ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ആവോലി എന്ന് പറയുന്ന മീൻ, അത് ഇവിടെ ആവോലി എന്നാണ് പറയണത്, എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ആവോലി മീൻ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി അത് തക്കാളി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 10 കൊച്ചുള്ളി ചതച്ചെടുക്കണം, അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 3 പച്ചമുളകും നമുക്ക് ചതച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഇഞ്ചി ഒന്ന് മൂപ്പിക്കണം. ഇഞ്ചി ഒന്ന് പതുക്കെ ഒന്ന് മൂത്ത് വന്നതിൽ നമുക്ക് കൊച്ചുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അതും നല്ലോണം വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി, ചതച്ച് വെച്ചേക്കണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടെ കുരുമുളക് പൊടി തീർന്നു പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. കുരുമുളക് ഇട്ടാൽ നമുക്ക് വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതും ഒന്ന് നല്ലോണം മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞാക്കി അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി തക്കാളി നല്ല അലിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം വഴറ്റി എന്നിട്ട് തെളിഞ്ഞ് വന്ന വരെ നമുക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല തക്കാളി നല്ല അലിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ചാറ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തക്കാളിക്ക് പുളിയില്ലാത്തതുകൊണ്ട് ഞാനപ്പോൾ ഇച്ചിരി വിനാഗിരി, ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഞാൻ മുറിച്ചിട്ടില്ല, അത് കുഞ്ഞ് ആവോലിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ആവോലി എന്നാണ് പറയണത്, പക്ഷേ എല്ലായിടത്തും എങ്ങനെയാണെന്നില്ല, കറുത്ത ആവോലി എന്നാണ് പറയണത്. അതിൽ ഇച്ചിരി മാംസം ഉണ്ടാവും ആ മീന്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി മാംസം കൂടുതലാണ്. വെള്ള ആവോലിക്ക് മാംസം അധികം ഉണ്ടാവില്ല. ഇതിപ്പോൾ മാംസമുള്ള മീനാണ് കിട്ടിയേക്കണത്. കറുത്ത ആവോലി എന്നാണ് പറയണത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ ഇവിടെ പറയണത്, ഞാൻ പറയണല്ലോ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണേ.